സുഹൃത്തുക്കളെ, ഇന്നിപ്പോഴേ നമ്മളൊരു സൈറ്റ് കഴിഞ്ഞ് കുറച്ചായ ഒരു സൈറ്റാണ് കേട്ടോ. വർക്ക് കഴിഞ്ഞ സൈറ്റാണ്. അപ്പം അവിടെ വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നപ്പം ഒരു വാഷ് ബേസിൻ്റെ അവിടെ 2 ടൈൽസിൻ്റെ പീസ് വയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം പല ആളുകളും ചെയ്ത് കാണാത്ത, അല്ലെങ്കിൽ പിന്നെ എവിടെയും കാണാത്ത, ചെയ്ത് കണ്ടിട്ടില്ലാത്തൊരു സംഗതി നമ്മൾ ചെയ്യലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ മറ്റൊന്നല്ല, നമ്മൾ ജോയിൻറ്റ് എപ്പോക്സി, സ്പേസർ ഗ്യാപ്പിട്ട് എപ്പോക്സി ചെയ്യുന്ന സൈറ്റുകളാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് അണച്ച് ചെയ്യുന്ന സൈറ്റുകളാണെങ്കിലും ഒക്കെ സ്കേട്ടിങ്ങിൻ്റെ അടി നമ്മൾ എപ്പോക്സി ചെയ്യാറുണ്ട്. കാരണം മറ്റൊന്നല്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ അടിഭാഗം ഇത് പൗഡർ പോരും. ചൂല് കൊണ്ട് അടിക്കുക ചെയ്യുന്ന സമയത്ത് ആ പൗഡറൊക്കെ പോകുന്ന അവിടെ ഗ്യാപ്പ് വന്ന് അവിടെ വളരെ വൃത്തികേടായിട്ട് കിടക്കും. അതുകൂടെ എറുമ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നാകെ പ്രശ്നമാവും. അപ്പോൾ ഇതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അടിഭാഗത്തേക്ക് അണച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ജോയിൻറ്റിൽ ചളി പിടിച്ച പോലെ ഇവിടെ ചളി പിടിച്ചിട്ടില്ല കേട്ടോ. വളരെ വൃത്തി തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാദ്യം നമ്മൾ അണച്ച് വെച്ചിട്ട് തന്നെയാണ് എപ്പോക്സി ചെയ്യുന്നത്, അല്ലാതെ സ്പേസർ ഗ്യാപ്പ് ഇട്ടിട്ടല്ല കേട്ടോ ചെയ്യണത്. നമ്മൾ സാധാരണ സ്കേറ്റിംഗ് വെക്കണ പോലെ തന്നെ നമ്മൾ വെക്കും. എന്നിട്ട് പൗഡറൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഗ്ലാസ് എപ്പോക്സി ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ കിടക്കും, ഒരു പ്രശ്നം വരില്ല. അപ്പം ഒരുപാട് സൈറ്റുകൾ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ വിശദമായിട്ട് തന്നെ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എന്താണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുക, അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക, ചെയ്യുന്ന രീതി അറിയിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക.